അതെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കണം. ജെറി എന്താ പറയണേ? അല്ല, ഞങ്ങളിവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ. വന്നിട്ടല്ല, പറ്റിക്കൂടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ചെറിയ വീടാക്കണ്ട, കുറച്ചും കൂടി വലിയ വീടെടുത്താ ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. അതൊക്കെ അതെ, വാടക പോകുന്നത് നഷ്ടമാണ്. ഒരു ഫ്ലാറ്റ് വാങ്ങുക, എന്നിട്ട് അതിന്റെ ലോൺ അടച്ചെടുക്കുക, അല്ലേ? ഞങ്ങളെന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? കുറച്ച് ഗോൾഡ് ഉണ്ട്, പിന്നെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താൽ മതി. ഈസി. അന്നിറങ്ങി വന്നപ്പം കുറച്ച് സ്വർണം കരുതേണ്ടതായിരുന്നു. കണ്ണുകൾ കൊണ്ടുപോലും പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? ഈ നിലാവുള്ള രാത്രിയിൽ പ്രേമിക്കാൻ എന്ത് രസമാണല്ലേ. തേനൂറുന്നത് പോലെ മധുരം നിറഞ്ഞ രാത്രി. ഒരു രോമാഞ്ചമായി ഞാൻ വരും. ഇറ്റ്സ് മീ ബിജു. അതെ, പാതിരാക്കൊഴികൾ ഈ പരിപാടി നിർത്തിയതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയോടെ കഴിഞ്ഞു. രാത്രി 12 മണിക്ക് ഏറിയേണ്ട പരിപാടി പട്ടാപ്പകല് ചെയ്ത് തീർത്തിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങുക, അല്ലേ? വെയിലത്താണ് നിലാവ്, നക്ഷത്രം, അമ്പിളിയമ്മാവൻ രണ്ടുപേർക്ക് സൂചിച്ചില്ലേ? അതൊക്കെ അതെ. പിന്നെ ഇന്നലത്തെ പരിപാടി ഉഗ്രനായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല? അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ധനീനെ ഇതുകൂടി കൊണ്ടുപോയിക്കോ. വായിച്ചോ, നമുക്ക് നാളെ മാറ്റി പറയാം. അടുത്ത ദിവസം കാശാ നിനക്ക്. എടാ, ഒരു ബിൽഡേഴ്സിന്റെ ആഡാ, ID ഫിക്സിന്റെ. അവർക്ക് അലോ നിമിഷത്തെ ടീമിന്റെ വോയിസ് തന്നെ വേണമെന്ന്. നമുക്ക് ഈ ഷോയ്ക്ക് മുമ്പ് റെക്കോർഡ് ചെയ്യാം. ഇതാ സ്ക്രിപ്റ്റ്. പേയ്മെന്റ് എന്ത് വരും? അതൊക്കെ തരാം. അതെ, പൈസ തരാത്ത കേസാണെങ്കിലേ കാതരമായ നിമിഷങ്ങൾ. നിലാവത്തഴിച്ചു വിട്ട കോഴി. അവനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാ മതി, ഞങ്ങൾ ചെയ്യൂല. മക്കളെ, ഏട്ടൻ പൈസ തരും. സമയം കളയണ്ട, ചെയ്തോ. പിന്നെ 5, 10, 100 പറഞ്ഞ് പറയാൻ നിൽക്കരുത് കേട്ടോ. എന്താടാ തരാം. ഞാൻ പൈസ തരാത്ത പോലെ. നമ്മളെ വിറ്റ കാശടയിലുണ്ട്. ട്രയൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ആയിക്കോട്ടെ, നീ തുടങ്ങിക്കോ. ID ഫിക്സിന്റെ PMP നഗറിലെ ബഡ്ജറ്റ് വില്ല പ്രൊജക്ടുകൾ പൂർത്തിയായി. 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ മുതൽ. ബാങ്ക് ലോൺ സൗകര്യങ്ങളും കമ്പനി അറേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 98. അതെ, 2 ബെഡ്റൂം വില്ലകൾ 45 ലക്ഷം രൂപ. ബാങ്ക് ലോൺ ഉണ്ട്. കൊച്ചിയിൽ PMP നഗറില്. ഡീൽ മാൻ, ഡീൽ. അതെ, ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നൊസ്റ്റാൾജിയാണോ? നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ശരി. നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. എന്തായാലും ശോഭ ചേച്ചി വരില്ല. എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കെ, എന്റെ നാളെ രാവിലത്തെ ജോഗിങ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ചായ ഇടും. എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും. ബാക്കി നീ ചെയ്താൽ മതി. ഹാപ്പി? നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മളെ വിളിക്കാൻ? എന്താ കാര്യം? മരത്തേന്ന് വീണ കാര്യം. വീണല്ലേ? എന്താ പറ്റിയേ? ഓ, ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ, ഏതൊരു പ്ലാവ് മുറിച്ചേക്കാം. നമ്മുടെ സെക്രട്ടറി 2 ദിവസമുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചൊലയും മാത്രം വെട്ടിയാ മതി. ഏയ്, അതാകെ അങ്ങ് വെട്ടാം. ചപ്പും ചവറും ചകിടി ഞങ്ങൾക്കും അതൊരു ശല്യ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്. നാളെ നമ്മളൊന്ന് കറങ്ങാൻ പോകുന്നു, പിന്നെ ഡിന്നർ. എവിടെ? താജിൽ. താജിലോ? നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ ആണോ? അതിന് നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. പ്രണയം അനിർവചനീയമായ അനുഭൂതിയാണ്. അത് അനുഭവിക്കാത്തവരായി ആരാണുള്ളത്? ബിജുവിന്റെ അംഗം തുടങ്ങിയില്ലേ? ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നിൽക്കാം. നമുക്ക് ശരിയപ്പോ
ഇത് കണ്ടോ? നല്ല ചക്കയാണല്ലോ. വേസ്റ്റ് ആയി പോയല്ലേ? ഇനി ഇത് എങ്ങനെ ഒന്ന് വൃത്തിയാക്കാം? ഇത് ഞാൻ വൃത്തിയാക്കും. എന്ത്? ഞാൻ വൃത്തിയാക്കും. കെട്ടികളുടെ കൂടുതൽ അടുക്കളപ്പണിയെ കഴിഞ്ഞാ? ഈവനിങ് പാർട്ടിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അന്ന ഇത് കണ്ടോ? നീ തന്നെ വന്ന് വൃത്തിയാക്ക്. ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറെ പെടും. പാവം പ്ലാവിന് അറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തോ ഇനി പറയൂല. ഓസി. OCD. വെറുതെ തമാശ പറയല്ലേ. എന്താ ഇവിടെ ഒരു വഴക്ക്? എന്തോ വഴക്ക്? ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ. എന്നതാ അച്ചായ? ഓ, ഈ ചക്കയെ ചൊല്ലി ഒരു ഈശാഘോഷം. നീ പോയിക്കോ. ഈശാ പോശയോ? അതെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട്. ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ബോംബ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. ചേട്ടൻ കൂടുന്നുണ്ടോ? ഈ ബോംബിന്റെ അത്രയൊന്നും വരത്തില്ലല്ലോ അല്ലേ? ആഹാ, ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം? നിങ്ങൾ പോ. ആ വീട്ടിൽ കുറെ നാളെ വഴക്കൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അങ്ങോട്ട് വരില്ലേ? ഓ, ഞാൻ നോക്കിക്കോളാം. ഇതൊരു മനുഷ്യനാണ്. വേറെ പണിയുണ്ട്. ഹലോ, ഐഡിഫിക്സ് വിലാസ് എന്നാ. രാജീവ് പറഞ്ഞിരുന്നില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി? പെട്ടെന്ന് വേണമായിരുന്നു. ഓക്കെ. ഇവിടെ മരുന്ന പ്ലാവ് മുറിക്കാൻ ആൾ വരും. മതി. അതിനു മുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം. ഏയ്, അത് ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചാ മതി. നീ വേഗം പോട്ട് റെഡിയാ. രാവിലെ മീറ്റിങ്ങുകളല്ലേ? ഓഹോ, അതിനു മുമ്പ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. ഏയ്, അല്ല ജെറി ഞാൻ എടുക്കാം. ഇല്ല ജെറി, ഞാൻ വൃത്തിയാക്കോളാം. അല്ലേ, ഇത് പ്രശ്നമില്ല. ഇല്ല കുഴപ്പമില്ല, ഞാൻ വൃത്തിയാക്കോളന്നേ. ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും, അറിയാലോ, കാര്യാക്കണ്ട. ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത്. ഇയാളെ കൊണ്ടത് കഷ്ടമുള്ളൂ. ജെറി, ജെറി, ഞാൻ വന്നിട്ടോ. പ്രിയ, നീ റെഡിയായോ? ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, അന്നയ്ക്കൊരു ചുരിദാർ, ജെറിക്കൊരു ഷർട്ട്. അന്ന നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, എന്തേ? എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി നീ ഇത് പോയി ചോദിക്കാനും നിൽക്കണ്ട കേട്ടോ. ചിലപ്പോ എല്ലാവരുടെയും മുമ്പ് വെച്ച് അങ്ങനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചുമ്മാ ചുമ്മാതല്ല, അത് വനിച്ചിട്ടാ. ഒന്ന് പോയേ. വിട്ടേ, സമയമില്ല, പോ. സമയമില്ല അല്ലേ? അന്നാ, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ബൈക്ക് ഇരിക്കുന്നുണ്ടല്ലോ. ഞാനാണ് വിളിച്ചു നോക്കട്ടെ. ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിട്ടുണ്ടാവും. എങ്കിൽ നമ്മളോട് പറയില്ലേ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അബുവിനെ വിളിച്ച് ചോദിക്കാം. ഹലോ, അബു, പാർട്ടിയൊക്കെ എന്തായി ഭായി? ജെറി നിന്നെ വിളിച്ചോ? ഇല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ? വിളിച്ചിട്ടില്ല അബുവിനെ. ഹലോ, ഹലോ,
ഡയലറ്റോൺ സബ്സ്ക്രൈബ് ചെയ്യാം. 15 ദിവസത്തേക്ക് വെറും 20 രൂപയ്ക്ക്. ശരിയാണ്. സ്പീക്കറിലിട്. ഹലോ എവിടെയാടാ മനുഷ്യൻ വെറുതെ ടെൻഷൻ അടിച്ചാകെ? ജെറി ഹോസ്പിറ്റലാണോ? അവക്ക് എങ്ങനെയുണ്ട്? ഒന്ന് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ജെറി? എടാ ഞാൻ ഇവിടെ അന്നേരം വീട്ടില ജെറി മതി, 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 വാ, വാ, വാ. വാ, മതി സംസാരിച്ചു. ഏയ് പ്രിയ, ഒരു ഗിഫ്റ്റ്. ഏയ് അതിനെ നശിപ്പിക്കണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്തല്ലേ നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. പിന്നെ വേണ്ട, ഇനി അവിടെ ചെല്ലുമ്പോ റെസ്റ്റോറന്റും ഉണ്ടാവില്ല, വല്ല ബന്ധു വീട്ടിലും പോയി കാണും. ഏയ് പ്രിയ, ഒരു ബന്ധുക്കളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ? പെട്ടെന്ന് പിണക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ തീർന്നപ്പോ മനഃപൂർവ്വം ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം. ആത്മാർത്ഥമായിട്ട് പറ, അവരീ കാണിക്കുന്നത് മര്യാദയാണോ? നല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു, ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാ അവര് ഈ കൊമ്പ്. എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു, അനങ്ങുന്നില്ലല്ലോ. എന്താ അത്ര ആലോചിക്കാൻ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആ, ആ. അവിടെ കിടന്ന് അടിക്കട്ടെ, തുറക്കണ്ട. ശരി മാധവോ, ഓ ഞങ്ങളാ. എന്തോന്നു? അതുണ്ട്. പോയി തുറക്ക്. പോ. എന്താണ് ഇവിടെ വിളിച്ചു എനക്കില്ലാതെ? പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ കിടന്നു. ഏതായാലും രണ്ടുപേരോടും ഞാൻ വലിയൊരു സോറി പറയാം. ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം. ഞങ്ങളാ ഇവര് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്. വി ആർ റിയലി സോറി. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ച് ടയർഡാണ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടു. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾക്കും ധൃതിയുണ്ട്. നിങ്ങൾ 4 പേരും കൂടെ പ്ലാൻ ചെയ്ത ഔട്ടിങ് നാളെ നമ്മൾ 6 പേരൂടെ നടക്കും. അയ്യോ, നാളെ പറ്റില്ല. നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർക്ക് ഇനി മറ്റന്നാ പ്ലീസ് ചെയ്യാം. നാളെ നമ്മുടെ പാർട്ടിയാ, നിങ്ങൾ ഒന്നും പറയണ്ട. അല്ല, നാളെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. അയ്യോ, നാളെ പ്രിയ പ്ലീസ്, ഞങ്ങളുടെ റിക്വസ്റ്റ്. ആ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ദാ, ശുദ്ധമായ മുന്തിരി ഉണ്ടാക്കിയതാ. അളിയനൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം മാധവൻ. ഹേയ്, ഇതൊന്നും ഇവിടെ ശീലമില്ല. വെറുതെ പോലും വീട്ടിൽ വെക്കാറില്ല. സോറി. ഞാൻ പ്രിയയുടെ ഭാഗത്ത്. ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി നിൽക്കുന്നോ അത്രയും നല്ലത്. പക്ഷെ എനിക്കൊന്നും ഇത് വേണം. ഇതിപ്പം ഉപയോഗിക്കണ്ട, ഒരു ഗിഫ്റ്റ് അല്ലേ? വില കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത്. അതാണ് നല്ലത്. അല്ല, അതും നേരെ. ഏതായാലും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇത് ഞാൻ അടിച്ചു തീർക്കണം.